ആരും കാണാൻ വലിയ ആഗ്രഹിക്കാത്ത ഒരു മാച്ച്, അല്ലെങ്കിൽ ആർക്കും കളിക്കാൻ വലിയ താല്പര്യമില്ലാത്ത ഒരു മാച്ച്. പക്ഷെ ഓറഞ്ചും ഗോളുകൾ കൊണ്ട് ഏറ്റവും എന്റർടൈനിങ് ആയിട്ട് തീർന്ന മാച്ച് അതായിരുന്നു ഇന്നലെ നടന്ന ഇംഗ്ലണ്ട് വേഴ്സസ് ഫ്രാൻസിന്റെ മാച്ച്. ആലോചിച്ച് നോക്കിയേ, സെമി ഫൈനലിൽ ഇറങ്ങാത്ത സാക്ക ഹാട്രിക് എടുക്കുന്നത്, സെമി ഫൈനലിൽ ഗ്രൗണ്ടിൽ സ്വപ്നം കണ്ട് നടന്നിരുന്ന എംബാപ്പെ 2 ഗോൾ സ്കോർ ചെയ്യുന്നത്. ഈ സെമിയിൽ തോറ്റതിന്റെ ട്രോമ കാരണം എങ്ങനെയെങ്കിലും നാട്ടിൽ തിരിച്ചെത്തിയാൽ മതി എന്ന് വിചാരിച്ചിരുന്ന 2 ടീമുകൾ കൂടെ ചേർന്ന് ടോട്ടലായിട്ട് ഇന്നലെ 10 ഗോളാണ് സ്കോർ ചെയ്തത്. അങ്ങനെ അവരുടെ ട്രോമയ്ക്കുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിട്ടാണ് ഇന്നലത്തെ മാച്ചിനെ അവർ കണ്ടതെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഈ കപ്പിന്റെ പ്രഷർ ഇല്ലെങ്കിൽ ഫുട്ബോളിന്റെ ഏറ്റവും പ്യുവർ ഫോം പുറത്തു വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഗോൾസ്, മോർ ഗോൾസ്, ഈവൻ മോർ ഗോൾസ്. ഇന്നത്തെ മാച്ചിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ പറയാം. നമ്പർ 1, അങ്ങനെ എംബാപ്പെ 10 ഗോളോടെ പിന്നെയും ഗോൾ വേട്ടയിൽ ഫസ്റ്റ് എത്തി. ടോട്ടൽ ഗോൾ ഇപ്പൊ 22 ആയി, സർപാസിംഗ് മെസ്സിസ് 21 ഗോൾസ്. നമ്പർ 2, ബുക്കായോ സാക്ക ബ്രോൺസ് ഫൈനലിൽ ഹാട്രിക് അടിക്കുന്ന 3ാമത്തെ പ്ലെയർ ആയി. പോയിന്റ് നമ്പർ 3, 10 ഗോള് ഒരു നോക്കൌട്ട് മാച്ചില്, വേൾഡ് കപ്പ് നോക്കൌട്ട് ഹിസ്റ്ററിയിലെ ജോയിന്റ് ഹയസ്റ്റ് സ്കോറിംഗ് മാച്ച്. അത് ആലോചിച്ച് നോക്കണം. ഈ 2 ടീംസും കൂടെ സെമി ഫൈനലിൽ ആകെ ഒരു ഗോൾ മാത്രമാണ് സ്കോർ ചെയ്തിട്ടുള്ളൂ എന്ന്. നമ്പർ 4, ഡെഷോം ഫ്രാൻസിന്റെ മാനേജറായിട്ട് 187ാമത്തെ മാച്ചാണ്, പ്രോബ്ലി ഹിസ് ഫൈനൽ മാച്ച്. 187ൽ മൊത്തം 121 വിൻസ്. ഫ്രാൻസിന്റെ ഒരു മാനേജറും സ്കോർ ചെയ്യാത്ത റെക്കോർഡ്. പിന്നെ എടുത്തു പറയേണ്ടത് മൈക്കിൾ ഒലീസയുടെ അസിസ്റ്റ് ആണ്, പെലെയുടെ റെക്കോർഡിനൊപ്പം. ഇനി ഇംഗ്ലണ്ടിനാണെങ്കിൽ 60 കൊല്ലത്തിന് ശേഷം വേൾഡ് കപ്പിൽ ഒരു ട്രോഫി കിട്ടണം, ബ്രോൺസ് ആണെങ്കിൽ പോലും. അങ്ങനെ എന്തൊക്കെയോ നടന്ന ഒരു എന്റർടൈനിങ് മാച്ച്. ഒരു ഗോൾ എടുത്ത് ശ്വാസം വിടുമ്പോഴേക്കും അടുത്ത ഗോൾ. ഇംഗ്ലണ്ട് ടീം എന്തായാലും നാട്ടിൽ തിരിച്ചു വരുമ്പോൾ നേരിടാൻ പോണ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സാക്കേനെ എന്തുകൊണ്ട് സെമി ഫൈനലിൽ നിങ്ങൾ ഇറക്കിയില്ല? ഇന്നലെ കാണിച്ച ആ ധൈര്യം എന്തുകൊണ്ട് സെമിയിൽ കാണിച്ചില്ല? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അവരുടെ മാനേജേഴ്സിന് എന്തായാലും നേരിടേണ്ടി വരും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇന്നലത്തെ മാച്ച് അടിപൊളിയായിരുന്നു, പൊളി സാധനം.